ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് എനിക്കൊരു ലോങ് വ്ലോഗ് ഇട്ടുകൂടാ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വ്ലോഗാണ്. നവമിയുടെ ലീവ് കിട്ടിയോണ്ട് ഇന്നലെ ഇങ്ങനെ കയറി. കണ്ണൂരിൽ നിന്ന് ഇന്നലെ ഞാൻ കൊല്ലത്ത് എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയത്. എന്നിട്ട് ഫുഡെല്ലാം കഴിച്ച് ഫോണെല്ലാം നോക്കി ഇങ്ങനെ ഇരുന്ന്. എന്നിട്ട് രാത്രി നല്ല രീതിയിൽ ലേറ്റായിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. നല്ല രീതിയിൽ ലേറ്റായി. കുറച്ച് റെക്കോർഡ് എഴുതണമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ പറ്റിയില്ല. ഇന്നലെ വന്നതല്ലേ ഉള്ളൂ. ഇത് ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. എന്നിട്ട് ഇന്ന് നല്ല രീതിയിൽ ലേറ്റായിട്ടാണ് എണീറ്റത്. അതിന്ന് ലേറ്റായിട്ട് എണീറ്റതിന് തന്നെ നല്ലത് കിട്ടി. അപ്പയുടെ നിന്നും കിട്ടി, അമ്മയുടെ നിന്നും കിട്ടി. ഇത്രയും നേരം കിടന്ന് ഉറങ്ങുന്നത് എന്തിനാണെന്നും പറഞ്ഞ് രാവിലെ തുടങ്ങി. രാവിലെ എണീച്ചപ്പോൾ തന്നെ ലേറ്റായല്ലോ. അപ്പോൾ പിന്നെ അമ്മ എടുത്ത് നിന്നപ്പോൾ തന്നെ അമ്മ എന്തൊക്കെയോ ജോലി ചെയ്ത് തീർക്കാണ്ടെന്ന് പറഞ്ഞു. അത് എന്തരെന്നറിയത്തില്ല എനിക്ക്, പക്ഷേ എന്തൊക്കെയോ ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീടൊന്ന് കാണിച്ചു തരാം. വെയിറ്റ്. അത്ര ഹൈവേ പോലത്തെ റോഡ് പോലെയൊക്കെ തോന്നും, പക്ഷെ അത്ര വണ്ടികളൊന്നും പോകാറില്ല. ഇതാ എൻ്റെ വീട്. ഈ കാണുന്ന എൻ്റെ വീട്. അപ്പോൾ ആ കണ്ടതാ എൻ്റെ വീടാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം നിങ്ങൾ. ഇതെൻ്റെ വീടാണ്. അപ്പോൾ ഈ കാണുന്ന എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയ താമരക്കുളം. അപ്പോൾ ഈ താമരക്കുളം ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയറി നോക്കാൻ വേണമെങ്കിൽ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരാളെ കാണിച്ചു തരാം. ഇവിടെ ഇരിക്കുന്ന ഈ ആളാണ് ജൂലി. ജൂലി, ഒരു ഷേക്കാൻഡ് തരുവാ. അതാണ് ഷേക്കാൻഡ്, നമ്മളെ ജൂലി മോള്. പിന്നെ ഒരാളൂടെ ഉണ്ട്, അയാളെ ഇവിടെ ഇല്ല ഇപ്പം. വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ചെടികളെല്ലാം എൻ്റെ അമ്മയും ചേട്ടനും കൂടെയൊക്കെ, പിന്നെ കുറച്ചൊക്കെ ഞാനും ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് ആണ് പകുതിയും. ഇവിടെയൊക്കെ ഇങ്ങനെ ആക്കിയതാണ്. ഇപ്പം ഇത്രയും നാൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവിടെ കുറേ താമരയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മറ്റേ ഞാൻ ഉണ്ടാക്കിയ താമരക്കുളത്തിൽ നിന്ന് ചെറിയ ചെറിയ തൈകളാക്കി മാറ്റിയതാണ്. അപ്പം എൻ്റെ വീട് കണ്ട സ്ഥിതിക്ക് വീട്ടിലുള്ള ആളെയും കൂടെ അറിയണം. എനിക്ക് 2 ചേട്ടന്മാരുണ്ട്, പിന്നെ അമ്മയും അച്ഛനും. അച്ഛൻ ഇവിടെ ഇല്ല, പുറത്തു പോയി. 2ാമത്തെ ചേട്ടൻ ജോലിക്ക് പോയി. 3ാമത്തെ ചേട്ടൻ നൈസായിട്ടൊന്ന് വീണ് ബൈക്കിൽ നിന്ന്. അപ്പം ഒരു പട്ടി ഉറുക്കിയാടിയതാണ്. അപ്പോൾ കാലൊടിഞ്ഞിട്ട് ഉള്ളിലുണ്ട്, ഉറങ്ങിയാണെന്ന് തോന്നുന്നു. ഞാൻ അമ്മയെ കാണിച്ചു തരാം. ഇപ്പോൾ അമ്മയ്ക്ക് കുറച്ച് തയ്യലും പരിപാടിയൊക്കെ ഉള്ളതാണ്. അപ്പം പ്രോബബ്ലി ഇപ്പോഴും തയ്ക്കുമായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം തയ്ക്കുക തന്നെ. ഇതാണ് എൻ്റെ അമ്മ. അങ്ങനെ ഇരിക്കുക. കണ്ണൻ വീട്ടിൽ വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടും കൂടെ ക്ലബിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ കണ്ണൻ്റെ കൂടി കയറി എങ്ങനെ ക്ലബിലെത്തി. ക്ലബിലുള്ളവരെ കാണിച്ചു തരാം. ഇവിടെ വന്നപ്പോൾ ഭയങ്കര കളി. വിട്ടു. ചെറുപ്പളശ്ശേരി അല്ല, പെരളശ്ശേരി. വരുന്നാണ് നമ്മളെ അബൂക്ക. മല്ലയുദ്ധം ഗൈസ്, മല്ലയുദ്ധം. പഠിക്കാൻ പോയാ പേരെന്താടാ? ലോക്കൽ എഡിഷൻ. ഇവിടെ മരിച്ചവരൊക്കെ എഡിഷനിൽ മാത്രമേ എടുത്തുള്ളൂ. നാണുണ്ടോ കൊച്ചുപിള്ളേരുടെ കളിക്കാൻ? അപ്പോൾ ഗൈസ്, ഞാൻ ഓരോരുത്തരായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഉണ്ണിക്കട. ഉണ്ണി. ഇതിന്റെ പേര് പേര് മാനവ്. അപ്പു. ഗൈസ്, ഞാൻ കണ്ണനെ കാണിച്ചു തരാം. ഇതാണ് കണ്ണൻ. ഉണ്ണി അബൂ താഹറും തമ്മിലുള്ള മല്ലയുദ്ധം. ഇത്
ഇത് കമറാൻ, ഇത് അക്ബർ അക്ബർ ചക്രവർത്തി. ഇത് അബുക്ക വിട്ടുകൊടുക്കരുത്, അബുക്കപ്പിടി. അബൂക്ക ഉണ്ണിയും തമ്മിലുള്ള നടയിടൽ പരിപാടിയാണ്. കണ്ണൻ ബാളും കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കണ്ണാനായിട്ട് സ്കില്ല് കാണിരി. അക്ബർ സാഡുമായി അക്ബർ സാഡ് ഓണാണ്. നേരെ നമ്മള് ക്ലബിൽ ചെന്ന് അക്ബറിനെ വിളിച്ച് ബൈക്ക് എടുത്ത് നേരെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കടയുണ്ട്, അവിടെ പോയി പപ്സ് വെള്ളം കഴിക്കാൻ പോകും. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ജയ ബേക്കറി. നവമിയൊക്കെ അടുത്തോണ്ട് ഇവിടെ ഭയങ്കര പാട്ടും, ഇവിടെ ഒരു പൂതക്കുളത്തടുത്തൊരു അമ്പലമുണ്ട് ഫേമസാണ്. അപ്പം അവിടുത്തെ പാട്ടെല്ലാം ഇവിടെ വന്നപ്പോൾ പിന്നെ കൺഫ്യൂഷനായി, ഇതിൽ നിന്ന് ഏതെടുക്കണമെന്ന് ഭയങ്കര ഡൗട്ട്. അങ്ങനെ ഒരു ബനാന പപ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ കൂടെ കുടിക്കാൻ ഒരു നിറന്നുണ്ടി സർബത്തും എടുത്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബോട്ട് ജെട്ടിയിലോട്ടാണ്, അതായത് നമ്മളെ പീന്തമുക്കിലോട്ട്. ഗൈസ് നമ്മളങ്ങനെ പീന്തമുക്കിലെത്തി. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പപ്സും വെള്ളമൊക്കെ കഴിച്ചതിന് ശേഷം നേരെ പീന്തമുക്കിലെത്തി. അതായത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കായലാണ്, കായലും പിന്നെ ഒരു ചെറിയ പാലം പോലെയൊക്കെ വന്ന് ഇരിക്കുന്നു റെസ്റ്റ്. അതായത് ഹൗസ് ബോട്ടൊക്കെ വരുന്നൊരു സ്ഥലമായിരുന്നു, പക്ഷേ ഇപ്പം ഹൗസ് ബോട്ടൊന്നും വരത്തില്ല. ഹൗസ് ബോട്ട് വരാൻ വേണ്ടിയാണ് ഉണ്ടാക്കി ഇട്ടത്, പക്ഷേ ഹൗസ് ബോട്ടൊന്നും വരില്ല ഇപ്പം. ഇതാണ് ബോട്ട് കെട്ടി, പക്ഷെ ഇവിടെ ബോട്ടൊക്കെ വരാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഇപ്പം ബോട്ടൊന്നും വരാറില്ല. നല്ല മഴക്കോളുണ്ട് ഇന്ന്, എന്തായാലും നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. കാർമേഘമൊക്കെ ഇരുണ്ട് കൊള്ളുന്നുണ്ട് ഇവിടെ. ഇത് പൊളിഞ്ഞു കിടന്നായി ബോട്ട് കെട്ടി. ഇപ്പം കുറച്ച് ദിവസമായുള്ളൂ ഇത് ശരിയാക്കിയിട്ട്. ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇവിടെ പൊളിഞ്ഞു കിടക്കുമായിരുന്നു. നല്ല കാറ്റാണ് ഇവിടെ. കുറേ പേര് വന്ന്, കുറേ ഇവിടുത്തെ ഈ നാട്ടുകാരല്ലാത്ത കുറേ പേരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാറുണ്ട്. ഇവിടെ വന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻ്റർലോക്കും കാര്യങ്ങളും എല്ലാം ഇതൊക്കെ ഇപ്പം ചെയ്തതാണ്. ഇത് പുതുക്കി പണിഞ്ഞതാണ്. ഇപ്പം ഇത് മുമ്പ് ഇതെല്ലാം പൊളിഞ്ഞു കിടന്നതാണ്. ഇപ്പം എല്ലാം അടിപൊളിയാക്കി. അതിനുശേഷം ഇവിടെ നല്ല ആളുകളൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ വരാറുണ്ട്. ഈ നാട്ടുകാരല്ലാത്ത കുറേ പേര് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വന്ന് ഇങ്ങനെ കാണാറൊക്കെ ഉണ്ട്. വൈകിട്ടൊരു 4-5 മണി സമയത്തെല്ലാം ശരിക്കും ആളാണ്. ഇന്നെന്തായാലും നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട്. കാർമേഘമെല്ലാം നല്ലപോലെ ഇരുണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതുവഴി നടന്ന് അങ്ങ് അറ്റം വരെ പോയി കാണിച്ചു തരാം. ഈ കമ്പിയിലൊക്കെ ബോട്ടൊക്കെ വരാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഇപ്പം എന്തോ കുറച്ച് ആളൊക്കെ ആയിട്ട് ബോട്ടൊന്നും വരാറില്ല. നമ്മൾ പൊതുവേ ഇവിടെയാണ് നീന്താൻ ഇറങ്ങുന്നത്. ഇവിടെ എന്തായാലും നല്ല ആഴമുള്ള സ്ഥലം. ഇവിടെ പൊതുവേ ഇവിടെയാണ് നീന്താനുള്ളത്. ഞാൻ ഗൈസ് നമ്മൾ നേരെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ കടയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ് എൻ്റെ ഒരു ഫ്രണ്ട് പുതിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. അപ്പം ഞാൻ പീന്തോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ആകാശനം വന്നിട്ട് പറഞ്ഞ് അവിടേക്കൊന്ന് പോയിട്ട് വരാമെന്ന്. അപ്പം നേരെ അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് ഗൈസ് നമ്മളെ ഫ്രണ്ട് തുടങ്ങിയൊരു മിനി സൂപ്പർ മാർക്കറ്റ്. അവിടത്തേക്ക് എത്തി. അങ്ങനെ അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാം.
ഇത് നമ്മളെ നാട്ടിലുള്ള ഒരു പട്ടിക്കുട്ടിയാണ്, പേര് ടിങ്കു. അപ്പോൾ ഗൈസ്, എൻ്റെ അമ്മയും ചേട്ടനും കൂടി അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോയേക്കാം. അപ്പം ഞാനും അങ്ങോട്ടേക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ഭാഗ്യമുണ്ട്, ഞാൻ ഇങ്ങനെ വന്ന് കയറിയപ്പോൾ തന്നെ നല്ല രീതിയിൽ മഴ ഇങ്ങ് എടുത്തും കിട്ടി. ഞാൻ ഇത്ര നടന്ന് ഇവിടം വരെ വരുന്ന വരെ മഴ ചാർന്നേ ഉള്ളായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ പെയ്യുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബാക്കി നാളെ.